അങ്ങയെ കണ്ട് നന്ദി പോലും പറഞ്ഞില്ല. എന്തിന്? അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ. ഓഹോ, അതാണോ? പോലീസ് ജീവിതം മറന്നിരിക്കുകയായിരുന്നു. അത് ഓർക്കാൻ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നു. അതിന് ഞാൻ വേണം അങ്ങോട്ട് നന്ദി പറയാൻ. പിന്നെ ഒരു കാര്യം, ഇനി റൂം നമ്പറൊക്കെ ശരിക്കും നോക്കിയിട്ട് വേണം മുറിക്കകത്തേക്ക് കയറിച്ചില്ല. ഇതിൽ വീണാൽ എനിക്ക് തല കറങ്ങുന്നു. സിന്ധു, വിവാഹം സ്വർഗത്തിലാണത്രേ. നമുക്കിതിൽ ചാടി ആത്മഹത്യ ചെയ്യാം. വരുന്നില്ല, നമുക്ക് പോകാം. എനിക്ക് പേടിയാവുന്നു. എന്ത് പേടിക്കാൻ? ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ച് വേണമെന്നല്ലേ നീ പറയാറുള്ളത്? അതിന് നമുക്ക് ഈ ആഴത്തിലേക്ക് ചാടാം, ഒരുമിച്ച് മരിക്കാം. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീയല്ലേ പറയാറുള്ളത് എനിക്ക് വേണ്ടി മരിക്കാൻ നീ തയ്യാറാണെന്ന്? അതിനിപ്പോ എന്തുണ്ടായി? അപ്പോ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ? അല്ല, ഇപ്പൊ നിനക്ക് വേണ്ടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ തയ്യാറാണോ? ഇല്ല. ഞാൻ പറഞ്ഞാൽ എന്തിനിങ്ങനെ പറയുന്നു? എന്തിനാവട്ടെ, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമോ ഇല്ലയോ? കേൾക്കേണ്ടത് പറഞ്ഞാൽ കേൾക്കും, ഇല്ലെങ്കിൽ ഇല്ല. ശരിയെന്നൊരു വാക്ക് പോലും പറയാൻ നീ തയ്യാറല്ല അല്ലേ? എന്ത് പറ്റി നിന്റെ തലയ്ക്ക്? ഭ്രാന്ത്, നീ പിടിപ്പിച്ച ഭ്രാന്ത്. നീ എനിക്ക് വേണ്ടി മരിക്കണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. നിൽക്കുന്നില്ല. സിന്ധു, സിന്ധു, സിന്ധു. ഇതാ 5 പവനുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ പപ്പ എന്നെ അണിയിച്ചതാണ്. പിന്നെ മമ്മിയുടെ പാലക്കാമോതിരവും ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. മമ്മി മരണസമയത്ത് എനിക്ക് തന്നതാണ്. നമുക്കതെല്ലാം വിൽക്കാം. നമുക്കൊരു ജോലി കിട്ടുന്നത് വരെ അതുകൊണ്ട് ജീവിക്കാം. എന്താ സിന്ധു ഇപ്പൊ ഇതൊക്കെ പറയാൻ? പിന്നെന്തിനാ ആത്മഹത്യയെ കുറിച്ച് ആലോചിച്ചേ? അപ്പോ നീ എന്നെ പറ്റി അങ്ങനെയാണ് ധരിച്ചത് അല്ലേ? പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നീ സമ്മതിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നീ മറിച്ച് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് നൊമ്പരപ്പെട്ടു. അല്ലാതെ യഥാർത്ഥത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചുവെന്നാണോ നീ കരുതിയത്? നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ആ വാക്ക് കേൾക്കാനായിരുന്നു സിന്ധു ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് നീ ഉണ്ടെന്ന് വിശ്വസിക്കാൻ. നീ എന്റേത് മാത്രമാണ് ധരിക്കാൻ. ഇത്രയൊക്കെ അടുത്തിട്ടും എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല. നീ വലിയ വീട്ടിൽ പറഞ്ഞവളല്ലേ. നിനക്ക് മനുഷ്യരുടെ ഹൃദയം കാണാൻ കഴിയില്ല. കഴിയുമായിരുന്നെങ്കിൽ നിന്റെ അരഞ്ഞാണവും മോതിരവും വിറ്റ് നിന്റെ സൗജന്യത്തിൽ ജീവിക്കാൻ കൂടെ ഇറങ്ങി തിരിച്ച ഒരു പട്ടിയാണ് ഞാനെന്ന് നീ കരുതില്ലായിരുന്നു.
ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. സിന്ധു 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 ഏയ് സിന്ധു 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 പോലീസ് പോലീസ്. സിന്ധു പോലീസ് നമ്മെ തിരഞ്ഞാണാവോ? സാറ് കോഫിക്ക് ഓർഡർ ചെയ്തിരുന്നു. വേഗം ഡോക്ടറെ വിളിക്കണം. എന്താ സാർ? പറയാം, ആദ്യം ഡോക്ടറെ വിളിക്കും. ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ മാനേജറോട് പറഞ്ഞ് അവരെ വിളിപ്പിക്കാം. വേഗം വേണം. ഓ ആ നീയോ? നീ എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചു? പോലീസിലാണല്ലോ ജോലി, പിന്നെ ചേട്ടന്റെ ട്രെയിനിങ്. വെൽ സെറ്റ്. വാ ഇരിക്ക. അല്ല, ചേട്ടനെന്താ ഇവിടെ വന്ന് താമസിക്കുന്നത്? ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഒരു നീണ്ട യാത്രയുടെ ആരംഭമാണെന്ന് വെച്ചോ. നീണ്ട യാത്രയോ? എങ്ങോട്ട്? അത് മടങ്ങി വന്നേ പറയാൻ പറ്റൂ. വീടും ഓഫീസും അല്ലാതുള്ള ലോകം എങ്ങനെ ഇരിക്കും അറിയണമല്ലോ. അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും. ഇത് ആദ്യത്തെ താവളം. രണ്ടുപേർക്ക് ചായ കൊടുത്തേക്കും. മിനിമോക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നു. ചേട്ടനെ കണ്ട് ആലോചിക്കാൻ കഴിഞ്ഞില്ല. ആളിനെ കണ്ടിട്ട് വേണ്ടേ? ദാറ്റ്സ് ഓൾ റൈറ്റ്. നല്ല ബന്ധമാണെങ്കിൽ ഉടനെ അന്വേഷിച്ച് ഉറപ്പിക്കണം. ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. പയ്യൻ ദുബായിലാണ്. വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ കൂട്ടിക്കൊണ്ടു പോകണം അത്രേ. എന്നാൽ വൈകിക്കേണ്ട. ദിവസവും കുറിച്ചു. ഇതാ, ചേട്ടൻ ഉടനെ വരണം, നടത്തിത്തരണം. ഞാൻ വരാം. നടത്തിപ്പൊക്കെ നിങ്ങളൊക്കെ കൂടി ആയിക്കോണം. അതും പഠിക്കണമല്ലോ. ചേട്ടൻ എന്ന് വരും? ഞാൻ വന്നോളാം. ചേട്ടനോട് ചോദിക്കാൻ സമ്മതം മൂടില്ലെന്ന് മിനിക്കുട്ടി നിർബന്ധം പിടിച്ചു. ഇന്നലത്തെ കുട്ടി എത്ര? 18 കഴിഞ്ഞോ? കഴിഞ്ഞ മാസം തികഞ്ഞു. ചേട്ടൻ എത്തിയില്ലെങ്കിൽ അവൾ... ഞാൻ നേരത്തെ എത്തിക്കോളാം. അവളോട് പറഞ്ഞേക്കും. രാമേട്ടൻ എവിടെ? ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. ദിവസം 3 നേരം തൊഴാൻ പോകും. സാരമില്ല, ഞാൻ വരുമ്പോ കൂട്ടിക്കൊണ്ട് പോരെ. യെസ്. shall I drop? എന്താ? ചായ ഒഴിക്കട്ടെ എന്ന്. അപ്പുറത്തെ സിന്ധു കുഞ്ഞിന് നല്ല സുഖമില്ല. എന്താ? കംപ്ലീറ്റ് ഫെയിന്റിങ്. മാനേജറോട് പറഞ്ഞ് ഒരു ലേഡി ഡോക്ടറെ ഞാൻ തന്നെ അപ്പോയിന്റ് ചെയ്തു. എന്താ അത്രയ്ക്ക് സീരിയസ് ആണോ? അല്ല, പീരിയോഡിക്കൽ ഇടയ്ക്കിടയ്ക്ക് വരും. ആൾ ഓഫ് എ സഡൻ. ആ പോയിക്കോളൂ. യെസ് സർ. നീ വേഗം ചായ കുടിക്കും. എന്താന്ന് അന്വേഷിക്കാം. എന്താ സിന്ധുവിന് അസുഖം? ആ, ഇതെന്റെ അനിയൻ. ഇത് ദിലീപ്. ഞാൻ പറഞ്ഞില്ലേ? ഹലോ ദിലീപ്. സിന്ധുവിന് സുഖമില്ലെന്ന് പറഞ്ഞിട്ട്? അസുഖം സാരമില്ല, ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ വരട്ടെ. പോയിട്ട് ആവശ്യമുണ്ട്. ഓഫീസിലേക്ക് ഇതുവരെ പോയില്ല. ശരി. ഓക്കെ ദിലീപ്. യെസ്. ഞങ്ങളുടെ വീട്ടിലൊരു വിവാഹക്കാര്യം, അത് പറയാൻ അനിയൻ വന്നത്. പ്ലീസ് കമിൻ സർ. വരൂ സർ. സിന്ധു കിടന്നുള്ളൂ. എന്താ അസുഖം? പാറക്കെട്ടിന്റെ അടുത്ത് മറിഞ്ഞു വീണ് പേടിച്ചു. അങ്ങിങ്ങ മുറിവുണ്ട്. അല്പം ടെമ്പറേച്ചറും. നത്തിങ് സീരിയസ്. പേടിയാണ് അധികം. She's so timid. ഈ പാറക്കെട്ടിനടുത്തൊക്കെ എന്തിനാ പോകുന്നേ? അല്പം മാറി നിന്നാലും കടൽ കാണാമല്ലോ. That is age. ഇവരോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? ആ ആഴത്തിൽ ഇറങ്ങി നോക്കാൻ ശ്രമിക്കുകയായിരുന്നു അത്രേ. അതിനൊക്കെ സമ്മതിക്കാമോ ദിലീപ്? ചെവിക്ക് പിടിച്ച് മുറുക്കണം. വികൃതിയാണ് ഈ സിന്ധു. അങ്ങ് ഇരുന്നില്ലല്ലോ. ഇറ്റ്സ് ഓൾ റൈറ്റ് ഡോക്ടർ, യു ക്യാരി ഓൺ.
ബൈ ദ വേ, ഐ എം MK മേനോൻ. അടുത്ത ഷൂട്ടിലാണ് താമസം. ചികിത്സ നടക്കട്ടെ. ഓക്കെ സിന്ധു. എക്സ്ക്യൂസ് മീ സർ, എനിക്ക് അങ്ങയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നോടോ? അതെ, സിന്ധുവിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വരാം. ഷാൽ വി മീറ്റ് ഔട്ട്സൈഡ്? ഓഫ് കോഴ്സ്. സിന്ധു, യു ടേക്ക് റെസ്റ്റ്. ദിലീപ്, ടേക്ക് കെയർ ഓഫ് ഹർ. ബൈ. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. മാത്രമല്ല, അങ്ങനെ കണ്ടിട്ടുണ്ടാവുമെങ്കിലും ശ്രദ്ധിച്ചിരിക്കില്ല. ഒരുപക്ഷെ ഫോട്ടോ കണ്ടിരിക്കാം. സോറി, കണ്ട ഓർമ്മയുണ്ട്. ബട്ട് ഒരു കല്യാണാലോചനയായിരുന്നു. അങ്ങയുടെ ഫോട്ടോ എന്റെ കയ്യിലും കിട്ടി. അന്ന് ഞാൻ ഹൗസ് സർജൻസിക്ക് പഠിക്കുന്ന കാലമായിരുന്നു. പല ആലോചനകളും വന്ന കൂട്ടത്തിൽ ആരോ ഇങ്ങനെ ഒരു ആലോചന നടത്തി. ഐ എം സോറി, ഞാൻ ഇന്നുവരെ... അങ്ങേക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നടത്തിയ ആലോചനയായിരിക്കാം. അത് ശരിയായിരിക്കണം. അന്നൊക്കെ എനിക്കതൊരു പ്രോബ്ലം ആയിരുന്നു. അന്നെതിന് ഇന്ന് പോലും. അപ്പോ അങ്ങയുടെ വിവാഹം ഇനിയും കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, സ്റ്റിൽ എ ബാച്ചിലർ, എ ക്രോണിക് വൺ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. വാട്ട് അബൌട്ട് യു? എന്റെ വിവാഹം ഹൗസ് സർജൻസി കഴിയുന്നതിന് മുമ്പേ കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് 3 കുട്ടികളുണ്ട്. അദ്ദേഹവും ഡോക്ടർ. ഹോളിഡേസിന് അവരെന്താ കൊണ്ടുവരാത്തെ? ഉണ്ടല്ലോ, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ബീച്ചിൽ പോകാൻ ഒരുങ്ങി നിന്നപ്പോഴാണ് സിന്ധുവിന്റെ അസുഖകാര്യം ഹോട്ടൽ മാനേജർ പറഞ്ഞത്. കുട്ടികളുടെ നിർബന്ധം കാരണം അദ്ദേഹം അവരെയും കുട്ടി കടപ്പുറത്തേക്ക് പോയി. അപ്പൊ അവര് കാത്തു നിൽക്കാവും. സോ യു ആർ ഇൻ എ ഹറി. See, I want to tell you something interesting. rather funny. ഒരു പഴയ തമാശ. ഞാൻ അങ്ങയുടെ ഒരു ആരാധികയായിരുന്നു. നത്തിങ് സീരിയസ്. ആ പ്രായമല്ലേ അങ്ങേക്ക് IPS കിട്ടി ചാർജ് എടുത്ത കാലം. ആ യൂണിഫോം ഒക്കെ ഇട്ട് എന്നും പോയിരുന്നത് എന്റെ വീട്ടിന്റെ നടയിൽ കൂടിയായിരുന്നു. കാണാൻ ഞാൻ നടയിലിറങ്ങി നിൽക്കുമായിരുന്നു. ആ കല്യാണാലോചന വന്നപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു. അങ്ങത് തള്ളിക്കളഞ്ഞെന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ കുറെ ദിവസം ഞാൻ കരഞ്ഞു. എക്സ്ക്യൂസ് മീ, ഞാൻ ഒരു പ്രായത്തിൽ പെൺകുട്ടികൾ ഫിലിം ഹീറോസിന്റെയും ക്രിക്കറ്റ് പ്ലെയേഴ്സിന്റെയും പാട്ടുകാരുടെയും ഒക്കെ ഫാൻസ് ആയിരിക്കും. എന്റെ സ്ഥിതി ഏതാണ്ടതായിരുന്നു. ഇപ്പൊ അത് ഓർക്കുമ്പോ ചിരി വരുന്നു. ഞാൻ ഒരിക്കലും വിവാഹത്തെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. സമയമുണ്ടായിരുന്നില്ല, ചുമതലകൾ ഉണ്ടായിരുന്നു താനും. അല്ലാതെ... ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇതൊക്കെ എന്റെ ഹസ്ബൻഡോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കി ചിരിക്കും. അവര് ബീച്ചിൽ കാത്തിരിക്കാവും. വികൃതികളാണ്. എനിഹൗ, കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഞങ്ങൾ താമസിക്കുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സിലാണ്. ദിസ് ഇസ് മൈ കാർഡ്. ആസ് ഡോക്ടേഴ്സ് എന്റെയോ ഭർത്താവിന്റെയോ ആവശ്യമുണ്ടെങ്കിൽ ടെലിഫോൺ ചെയ്യാൻ മടിക്കരുത്. താങ്ക്സ്. ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങും. നേരത്തെ വന്നാൽ അദ്ദേഹത്തെയും കുഞ്ഞുങ്ങളെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം. ഹിൽ ബി പ്ലീസ് ടു മീറ്റ് യു. അദ്ദേഹത്തിന് അങ്ങേ അറിയാം. കൂടെ കൂടെ പറയും, നിന്റെ IPS കാരനെ ഒന്ന് പരിചയപ്പെടണം. ഓ, സമയം കുറയായി. ഞാൻ വരട്ടെ. ശരി.